ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ തുടരുകയാണ്. ഇസ്രായേലാണ് അങ്ങോട്ട് കയറി ആക്രമിച്ചത്. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രം, അതുപോലെ സൈനിക മേധാവികൾ, ആണവ ശാസ്ത്രജ്ഞന്മാർ ഇവരെയൊക്കെ നേരെ ഉന്നമിട്ട് നടത്തിയ വമ്പിച്ച ആക്രമണമായിരുന്നു. ഇറാന് വലിയ ആൾനാശമുണ്ടായി, സ്വത്ത് നാശമുണ്ടായി. അതുപോലെ തന്നെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ആഘാതം നേരിട്ടു. എല്ലാവരും വിചാരിച്ച് ഇതോടെ ഇറാൻ്റെ പണി തീരും എന്നാണ്. പക്ഷേ ഹമാസല്ല, ഹിസ്ബുള്ളയുമല്ല, ഹൂതികളുമല്ല, അവരുടെയൊക്കെ തലതൊട്ടപ്പനാണ് ഇറാൻ. കാര്യം ഇറാനിലെ പ്രസിഡൻറ്റിന് യാത്ര ചെയ്യാനായിട്ട് 40 കൊല്ലം പഴക്കമുള്ള ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ കയ്യിൽ മിസൈലുകൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി ഒരുപാട് കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആരുടെ നെഞ്ചത്ത് പ്രയോഗിക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഇങ്ങോട്ട് വന്ന് ആക്രമണം നടത്തുന്നത്. മണിക്കൂറുകൾക്കകത്ത് ഇറാൻ തിരിച്ചടിച്ചു. എന്ന് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ചെയ്ത പോലെ അത്ര കൃത്യമായിട്ട് ഉന്നം തെറ്റാതെ ആക്രമിക്കാനുള്ള കഴിവില്ല. മാത്രവുമല്ല, ഈ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കുള്ളിൽ നിന്നായിരുന്നു. പിന്നെ ജോർഡാൻ മുതലായ ചില അറബി രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണ കൂടി ഇസ്രായേലിനുണ്ട്. ഇറാൻ ഇങ്ങനെ യാതൊരു സൗകര്യങ്ങളുമില്ല. അതുകൊണ്ട് വളരെ വളരെ ദൂരെ ആ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിലേക്ക് അവർ ഇറാനിലിരുന്നുകൊണ്ട് തന്നെ മിസൈലുകൾ അയച്ചു. ചില മിസൈലുകൾ ഉന്നത്തിൽ പതിച്ചു, ചിലതൊക്കെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ വന്ന് വീണു. വലിയ നാശനഷ്ടം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അടിയും തിരിച്ചടിയുമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ മാധ്യമത്തിലും സുപ്രഭാതത്തിലും അതുപോലെ ദേശാഭിമാനിലൊക്കെ ഒരു വാർത്ത കേട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒളിവിൽ പോയി, അദ്ദേഹം രാജ്യം വിട്ട് ഓടി എന്നൊക്കെ. പക്ഷേ പിറ്റേ ദിവസം പുള്ളിയെ നമ്മൾ ടെൽ അവീവിൽ കണ്ടു. അപ്പോൾ അദ്ദേഹം ഓടിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ഇത് പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. ഈ ഇസ്രായേലിൻ്റെ വമ്പിച്ച മിസൈൽ ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖത്തേമിയുടെ ഔദ്യോഗിക വസതിയിലും ആക്രമണം നേരിട്ടു. അദ്ദേഹത്തിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു, പുള്ളി പടമായി എന്നൊക്കെ. ഏതായാലും പുള്ളിയും പടമായിട്ടില്ല, പുള്ളി ഇപ്പോഴും പടമാകാതെ പടച്ചവൻ്റെ കാരുണ്യം കൊണ്ട് തുടരുകയാണ്. അപ്പോൾ ആരൊക്കെ പടമാകും, ആരൊക്കെ ബാക്കിയുണ്ടാവും നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ്റെ കല്യാണം മാറ്റിവെച്ചു എന്നൊരു വാർത്തയെ നമ്മൾ ദേശാഭിമാനിൽ വായിച്ചു. ഏതായാലും ഈ ദേശാഭിമാനികളോട് ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസം അറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. മനോരമയ്ക്ക് കിട്ടാത്ത വാർത്തകൾ പോലും ദേശാഭിമാനിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവില കൂടും എന്ന കാര്യവും ദേശാഭിമാനി കട്ടായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എണ്ണവില കൂടിയാലും കൂട്ടിയില്ലെങ്കിൽ KSRTC ബസ് ചാർജ് വർദ്ധിപ്പിക്കും എന്ന് നമുക്കറിയാം. ഏതായാലും സംഗതികൾ ജില്ലായിട്ട് നടക്കുമ്പോൾ ഈ യുദ്ധം നിർത്തണം, ഉടനെ നിർത്തണം എന്നാവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാണ്. പുള്ളി ഇപ്പോൾ ഒരു കോമാളിയായിട്ടൊരു ബഫൂൺ കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. എവിടെ എന്ത് സംഘർഷം ഉണ്ടാകുമ്പോഴും പുള്ളി ഒരു പ്രസ്താവന ഇറക്കും. എല്ലാവരും സംയമനം പാലിക്കണം, ആരും യുദ്ധത്തിന് പോകരുത്, ഈ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് പറയും. ഒരു രാജ്യവും ഒരു ഭരണാധികാരിയും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് പുള്ളിയുടെ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വനരോധനമായിട്ട് കലാശിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യൂറോപ്യൻ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു, ഫ്രഞ്ച് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു, ഫ്രഞ്ച് പ്രസിഡൻ്റ് ആവശ്യപ്പെട്ടു. അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഇരു കക്ഷികളോടും സംയമനം പാലിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത് അമേരിക്കയാണ്. അതെല്ലാവർക്കും അറിയാം. യുദ്ധം ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമല്ല, അമേരിക്കയുടെ ആവശ്യമാണ്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ പുറകിൽ ട്രംപാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷേ ട്രംപും പറയുന്നത് യുദ്ധം ഉടനെ അവസാനിപ്പിക്കണം, ഇറാൻ നീതി പാലിക്കണം. ഇനി അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക കേന്ദ്രത്തിൽ തൊട്ട് കളിച്ചാൽ ഇറാൻ്റെ കത്തിക്കൽ ഞങ്ങൾ തീർക്കും എന്നാണ്. ഇറാനാണെങ്കിൽ പറയുന്നത് അമേരിക്കയെ ഞങ്ങൾ ബാക്കി വച്ചേക്കില്ല, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്നൊക്കെയാണ്. അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം. ഇസ്രായേൽ അതിനിടയ്ക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ട്രംപും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം, ഇറാൻ നീതി പാലിക്കണം, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിശോധിക്കാൻ അവസരം തരണം എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലും ഈ ഇറാനോടും അതിനേക്കാൾ കൂടുതലായിട്ട് ഇസ്രായേലിനോട് യുദ്ധം നിർത്തണം എന്നാവശ്യപ്പെട്ട ഒരാൾ, അത് ലോകത്തിൻ്റെ മനസാക്ഷി എന്നൊക്കെ പറയാവുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അത് നമ്മുടെ മാർപ്പാപ്പ
ലിയോ 14 നിന്നാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് യുദ്ധം എന്ന് പറയുന്നത് ആർക്കും അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല. ഇതിൽ മരിക്കുന്നവർ രാഷ്ട്രത്തലവന്മാരല്ല, സാധാരണക്കാർ, സ്ത്രീകൾ, കുട്ടികൾ, വയോധികരായ ആളുകൾ, നിരപരാധികളായ ആളുകൾക്ക് വലിയ ദുഃഖവും വേദനയും ബാക്കി വെക്കുന്ന ഒന്നാണ് യുദ്ധം. അത് അവസാനിപ്പിക്കണം എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയും അതിനു മുമ്പുണ്ടായിരുന്ന ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ഇതുപോലുള്ള അഭ്യർത്ഥനകൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുമായിരുന്നു. പക്ഷേ ഇവരുടെയൊക്കെ അഭ്യർത്ഥന കേട്ടിട്ടും ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഒരാളും മനസാക്ഷിയുടെ ശബ്ദത്തിന് കാതോർക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ച ഒരാളുണ്ടെങ്കിൽ നമ്മുടെ CPM ദേശീയ ജനറൽ സെക്രട്ടറി സഖാബ് MA ബേബിയാണ്. ബേബി സഖാബ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലാണ് അക്രമി, ഇസ്രായേൽ ഉടനെ യുദ്ധം നിർത്തണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രകാരവും ഇസ്രായേലാണ് കുറ്റവാളി, ഇസ്രായേൽ യുദ്ധം നിർത്തണം, ഇറാനും സംയമനം പാലിക്കണം, ലോക സമാധാനം പുനഃസ്ഥാപിക്കണം എന്നാണ്. ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ തീരുമാനം അനുസരിച്ചിട്ടെങ്കിലും ഇസ്രായേലും ഇറാനും സൽബുദ്ധി വീണ്ടെടുക്കും, സ്വബോധം വീണ്ടെടുക്കും. ഈ വളരെ വിനാശകരമായ യുദ്ധത്തിൽ നിന്ന് പിന്മാറും. മിസൈലുകൾ ഇനിയൊരു അവസരത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കും. അല്ലെങ്കിൽ വിഷുവിനോ ക്രിസ്മസിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ പൊട്ടിക്കാനായിട്ട് കുട്ടികൾക്ക് പടക്കത്തിൻ്റെ ആവശ്യത്തിന് വിട്ടുകൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ബേബി സഖാവിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിദേശകാര്യ ലേഖകന്മാരും നിരീക്ഷകരും വിലയിരുത്തുന്നത്. കാരണം ഈ മാർപ്പാപ്പ പറഞ്ഞ പിന്നെ നെതന്യാഹുവിന് തട്ടിക്കളയാം. MA ബേബിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതിരിക്കാൻ ലോകത്ത് ഒരാൾക്ക് സാധിക്കില്ല. കാരണം ബേബി സഖാവ് അത്ര വലിയ ചിന്തകനാണ്, പണ്ഡിതനാണ്, പിന്നെ പ്രത്യയശാസ്ത്ര വിശാരദനാണ്. വെറും ഒരു ബേബിയല്ല, പേര് ബേബി എന്നാണെങ്കിലും ആൾ വളരെ പരിണത പ്രജ്ഞനാണ്, ചിന്തകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കെങ്കിലും നെതന്യാഹു അതുപോലെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ളയുമൊക്കെ ചെവി കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യുദ്ധം വൈകാതെ അവസാനിക്കട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, ഈ എണ്ണയുടെയും പിണ്ണാക്കിൻ്റെയൊക്കെ വില കൂടാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.